ലയണൽ മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ല, സ്പോൺസറാണ്. സർക്കാരിന്റെ കയ്യിൽ പണമില്ല. പറഞ്ഞത് നമ്മുടെ കായിക മന്ത്രിയാണ്. ബൈസൈക്കിൾ കിക്കെടുത്ത് പന്ത് സ്പോൺസറുടെ വലയിലേക്ക് കായിക മന്ത്രി തട്ടിയിടുകയും ചെയ്തു. പക്ഷേ 13 ലക്ഷം രൂപ മന്ത്രിക്ക് സെൽഫ് ഗോളായി. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി സംസാരിക്കാനാണ് മന്ത്രി സ്പെയിനിൽ പോയത്. പോയിട്ടൊക്കെ വന്നിട്ട് മന്ത്രി പറഞ്ഞത് കേൾക്കണ്ടേ? ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവർ 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടും തട്ടുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. സ്പോൺസർ ആയിരുന്നു പ്രശ്നം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്പോൺസർഷിപ്പിന് സമ്മതം അറിയിച്ചതോടെയാണ് കായിക വകുപ്പ് മുന്നോട്ട് പോയത്. നിശ്ചിത സമയത്തിനുള്ളിൽ പണം അടയ്ക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. പക്ഷേ ആ സമയത്ത് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല. സ്പോൺസറുടെ ഫൗൾ പ്ലേ തുടർന്നതോടെ കായിക വകുപ്പ് 2 തവണ നോട്ടീസ് അയച്ചു. ഇതിനൊക്കെ ശേഷമാണ് സ്പോൺസർ പണം അടച്ചത്. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല, അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിന്റെ നടപടി സ്വീകരിക്കും. താങ്ക് യു. സ്പോൺസർ പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ മെസ്സിയുടെ കഞ്ഞി കൂടി മുട്ടുമെന്ന്. കേരളത്തിലെ ആരാധക പിന്തുണയ്ക്ക് അർജന്റീന നന്ദി പറഞ്ഞത് ഓർമ്മയുണ്ട്. കായിക പ്രേമികൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ പറഞ്ഞു പറ്റിച്ചതാര്?